സഞ്ജു സാംസണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് എന്നതാണ് ഇന്നത്തെ നമ്മുടെ ചർച്ച. ശരിക്കും പറഞ്ഞാൽ സഞ്ജുവിന്റെ ഇപ്പോഴത്തെ സാധ്യതകളെ പറ്റിയിട്ടോ, സഞ്ജുവിന്റെ ഫോമിനെ പറ്റിയിട്ടോ, സഞ്ജുവിന്റെ ഫുട് വർക്ക്, ബാറ്റിംഗ്, അല്ലെ സഞ്ജുവിന്റെ കളി, ഇതിനെ പറ്റിയിട്ടൊന്നുമല്ല ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. എന്താണ് ശരിക്കും സഞ്ജുവിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. കാര്യം വളരെ സിമ്പിൾ ആണ്. അതായത് സഞ്ജുവിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് പ്രഷർ മാത്രമാണ്. സഞ്ജുവിന് കളിക്കാൻ അറിയാത്തതൊന്നുമല്ല. സഞ്ജുവിന് സിക്സ് അടിക്കാൻ അറിയാം, ഫോർ അടിക്കാൻ അറിയാം, നല്ല പമ്പരം കണക്ക് തൂക്കാനും അറിയാം. എല്ലാ കാര്യങ്ങളും സഞ്ജുവിന് അറിയാം. പക്ഷെ സഞ്ജുവിന്റെ പ്രശ്നം പ്രഷറും മാത്രമാണ്. പ്രഷർ പ്രഷർ പ്രഷർ. എനിക്ക് തോന്നുന്നു പ്രഷർ കുക്കറിൽ പോലും കാണത്തില്ല ഇത്രയും പ്രഷർ. അപ്പൊ ഈ പ്രഷർ ആണ് സഞ്ജുവിന്റെ വിഷയം. പ്രഷർ ഔട്ടായിട്ടുള്ള സഞ്ജുവിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. IPL പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട്. നല്ല അമ്പര ചുംബിയൊക്കെ വിടുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ സഞ്ജുവിന്റെ ഇപ്പോഴത്തെ പ്രശ്നം ഇത് തന്നെയാണ്, പ്രഷറാണ്. അപ്പൊ ഇതിന്റെ ഇത്രയും പ്രഷർ വരാനുള്ള കാരണം, ഞാൻ സഞ്ജുവിനെ ന്യായീകരിക്കുകയോ ഒന്നുമല്ല. നമ്മൾ ഒരു സമയത്ത് സഞ്ജുവിന് അവസരങ്ങൾ ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ #, ക്യാമ്പയിനിങ് വരെ നടത്തിയ ആളുകളാണ്. പക്ഷെ ഇപ്പോൾ സഞ്ജുവിന് നന്നായിട്ട് അവസരങ്ങൾ ലഭിക്കുന്നുണ്ട്, എന്നാൽ സഞ്ജുവിന് അത് ഉപയോഗിക്കാൻ കഴിയുന്നില്ല. അതിന്റെ മെയിൻ റീസൺ പ്രഷറാണ്. എന്താണ് ഈ പ്രഷർ എന്നുള്ളതാണ്. അപ്പൊ പ്രഷർ എന്ന് പറയുമ്പോൾ ഈ കേരളം എന്ന് പറയുന്ന ഈ ഒരു സ്ഥലമുണ്ടല്ലോ, ഇത് തന്നെയാണ് പ്രഷറിന്റെ ഏറ്റവും വലിയ കാരണം. കാരണം കേരളത്തിലുള്ള ആളുകളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്, അവരുടെ ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അവരെ ഹൃദയം കൊണ്ട് അവരെ അങ്ങ് ചങ്ക് പറിച്ച് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പ്രവണത കേരള ജനതയ്ക്കുണ്ട്. അത് നല്ലതാണ്, വളരെ നല്ലതാണ്. സഞ്ജുവിനോടുള്ള സ്നേഹം അതെനിക്ക് തോന്നുന്നു ഇന്ത്യയുടെ കളി കാണാൻ ആളുകൾ വരുന്നതിനേക്കാൾ കൂടുതൽ സഞ്ജുവിനെ കാണാൻ വരുന്നുണ്ടോ എന്നുള്ളൊരു സംശയം വരെ നമുക്കുണ്ട്. നമുക്കറിയാം സഞ്ജു രാജസ്ഥാൻ റോയൽസിന് വേണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടുത്തെ എത്രയോ സെലിബ്രിറ്റീസ്, അതായത് ഫിലിം സ്റ്റാർസ് ആയിട്ടുള്ള അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള സെലിബ്രിറ്റീസ് ഒക്കെ എത്രയോ പേര് രാജസ്ഥാനിൽ ഇവിടുന്ന് വണ്ടി കയറി പോയിട്ടുണ്ട്. രാജസ്ഥാൻ റോയൽസിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല, സഞ്ജുവിന്റെ കളി കാണാൻ, സഞ്ജുവിന് വേണ്ടി ആരവം മുഴക്കാൻ, സഞ്ജുവിന് വേണ്ടി ക്ലാപ്പ് ചെയ്യാൻ ഇവിടുന്ന് അവിടെ പോയി കളി കണ്ട പല ആളുകൾ വരെ നമുക്കറിയാം. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആരാധക കൂട്ടം സഞ്ജുവിനുണ്ട്. ഇപ്പോൾ സഞ്ജു കളിക്കാൻ ഇറങ്ങുമ്പോൾ മറ്റ് പ്ലെയേഴ്സിനൊക്കെ ഒന്നെങ്കിൽ അവർക്ക് അവരുടെ കരിയറിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ടീം ബാഡ്ജിന് വേണ്ടിയിട്ടോ കളിക്കുക എന്നത് മാത്രമാണ്. പക്ഷെ സഞ്ജുവിനെ സംബന്ധിച്ചിട്ട് അതല്ല. സഞ്ജുവിന് ചുറ്റും ഒരു ജനത ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സഞ്ജു സിക്സ് അടിക്കുന്നത് നോക്കി, സഞ്ജു ഫോർ അടിക്കുന്നത് നോക്കി, സഞ്ജു 50 അടിക്കുന്നത് നോക്കി, സഞ്ജു സെഞ്ചുറി അടിക്കുന്നത് നോക്കി, സഞ്ജുവിന്റെ വിക്ടറി, ഇന്ത്യ ജയിക്കുക എന്നതിലുപരി സഞ്ജുവിന്റെ ആ ഒരു പ്രൗഡ് മൊമെന്റ്സ് ഇങ്ങനെ കാത്തിരിക്കുന്ന ആളുകളുണ്ട്. സഞ്ജു ഔട്ടാകുമ്പോഴത്തേക്ക് കളി നടത്തിയിട്ട് പോകുന്ന ആളുകൾ വരെ എനിക്കറിയാം. അപ്പോൾ അങ്ങനെ അത്രയും സഞ്ജുവിനെ ഇങ്ങനെ ഉച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ജനതയ്ക്ക് നടുവിലാണ് സഞ്ജു സാംസൺ എന്ന ആ ഒരു കളിക്കാരനുള്ളത്. അപ്പോൾ ആൾക്ക് ഉണ്ടാകാവുന്ന പ്രഷർ അതാണ് ആളിനെ ഇങ്ങനെ ഇങ്ങനെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചിട്ട് സഞ്ജുവിനെ അങ്ങനെ സപ്പോർട്ട് ചെയ്യേണ്ട, അതിന്റെ ആവശ്യമില്ല എന്നൊന്നും അല്ല. സപ്പോർട്ട് നമ്മൾ തുടരണം. അപ്പൊ ഇവിടെ ശരിക്കും ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത് അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് സഞ്ജു സാംസൺ തന്നെയാണ്. വെച്ചാൽ നിങ്ങൾ പ്രഷർ ഔട്ട് ആകുക, നിങ്ങൾ ഇത് എൻജോയ് ചെയ്യുക. നിങ്ങൾ എന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴാണോ ഈ ആരാധക കൂട്ടത്തെ അല്ലെങ്കിൽ ഈ പിന്തുണയെ നിങ്ങൾ എൻജോയ് ചെയ്ത് തുടങ്ങുന്നത്, അവിടുന്ന് പിന്നെ നിങ്ങളെ പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ അതിനുള്ള മെന്റൽ സ്ട്രെങ്ത് സഞ്ജു സാംസൺ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസത്തെ കളി തന്നെ ട്രിവാൻഡ്രം ഗ്രൗണ്ട് ഒരു ബൗളിംഗ് പിച്ച് ഒന്നും ആയിരുന്നില്ല, നല്ലൊരു ബാറ്റിംഗ് ട്രാക്ക് ആയിരുന്നു. എന്നിട്ട് അവിടെ തിളങ്ങാൻ സഞ്ജുവിന് കഴിയുന്നില്ല. കാരണം ഈ പ്രഷറാണ്. കാരണം സഞ്ജു അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഫുള്ള് സഞ്ജുവിന്റെ കട്ടൗട്ട്, സഞ്ജുവിന്റെ സ്വീകരണം, സഞ്ജുവിന് വേണ്ടിയുള്ള ആരവം, ഇതൊക്കെ കാണുമ്പോൾ ആള് പ്രഷർ ആയിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇതേ സിറ്റുവേഷൻ പല സ്ഥലങ്ങളിലും ഞാൻ ഫുട്ബോളിൽ കണ്ടിട്ടുണ്ട്. ഇപ്പൊ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കാര്യങ്ങൾ എടുത്താൽ തന്നെ പല സമയത്തും നമ്മുടെ കൊച്ചി സ്റ്റേഡിയത്തിൽ അത്രയും ആളുകളുടെ ഇടയിൽ വെച്ചിട്ട് ബ്ലാസ്റ്റേഴ്സ് പ്രഷറിലേക്ക് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, സ്റ്റേഡിയത്തിൽ ഇരുന്ന് കണ്ടിട്ടുണ്ട്. കാരണം ഇത്രയും ആളുകൾ നമ്മളെ ഉച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്, അവർക്ക് വേണ്ടി നമ്മൾ കളിച്ചേ പറ്റൂ, അവർക്ക് വേണ്ടി നമ്മൾ ജയിച്ചേ പറ്റൂ എന്നൊക്കെ. പക്ഷെ എന്നാൽ ചില സമയത്ത് അവിടുത്തെ ചാൻറ്റിങ്ങിനെയും ആരാധകരെയും എൻജോയ് ചെയ്ത് കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ പ്രഷറിൽ കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സും എൻജോയ് ചെയ്ത് കളിക്കുന്ന ബ്ലാസ്റ്റേഴ്സും തമ്മിൽ ആന ഉറുമ്പും പോലത്തെ വ്യത്യാസമാണ്. അപ്പോൾ ബ്ലാസ്റ്റേഴ്സ് എപ്പോഴെങ്കിലും ആരാധക കൂട്ടത്തെ എൻജോയ് ചെയ്യാൻ തുടങ്ങിയാൽ അവിടെ എവേ കളിക്കാൻ വന്നിട്ടുള്ള ടീമിന്റെ ശവപ്പറമ്പായിരിക്കും അത്. അപ്പൊ അതേപോലെയാണ് സഞ്ജു സാംസൺ ഈ ആരാധക കൂട്ടത്തെ എപ്പോ എൻജോയ് ചെയ്ത് തുടങ്ങുന്നു അന്ന് മുതൽ ന്യൂസിലാൻഡിന്റെ നല്ല, ഓസ്ട്രേലിയയുടെ നല്ല ഏത് ബൗളേഴ്സിനും പിന്നെ സഞ്ജു സാംസൺ എന്ന ബാറ്റ്സ്മാൻ ഒരു പേടി സ്വപ്നമായി മാറും. പക്ഷെ സഞ്ജുവിന് അത് എപ്പോ സാധ്യമാകും എന്നറിയില്ല. സാധ്യമാകുമ്പോഴത്തേക്ക് അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയാലോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ സഞ്ജു സാംസൺ തന്നെയാണ് ഇവിടെ ഇനിഷ്യേറ്റീവ് എടുക്കേണ്ടത്. ആള് പ്രഷർ ഇല്ലാതെ കളിക്കാൻ ശ്രമിക്കൂ, പ്രഷർ ഇല്ലാതെ നിങ്ങൾ കളിക്കുക. അപ്പൊ ഇത്രയും ആരാധക പിന്തുണയുള്ള ഒരാൾക്ക് ഉണ്ടാകാവുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രഷർ തന്നെയാണത്. പക്ഷെ അത് വളരെ കൂടിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാണ്, നമുക്ക് കളിക്കാൻ പറ്റാതെ ആയിപ്പോകും. മര്യാദയ്ക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ പ്രഷർ ഔട്ട് ആയേ പറ്റൂ, പ്രഷർ ഇല്ലാതെ കളിക്കണം. ആരാധകരെ എൻജോയ് ചെയ്ത് കളിക്കാനുള്ള ആ ഒരു മെന്റൽ സ്ട്രെങ്ത് എവിടുന്നാന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഉണ്ടാക്കിയെടുത്താൽ നിങ്ങൾ വേറെ ലെവലാവും. അല്ലാതെ വേറെ വേറെ ഓപ്ഷൻ ഒന്നുമില്ല. ഇതാണ് സഞ്ജു സാംസന്റെ പ്രശ്നം എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിട്ട് എനിക്ക് തോന്നുന്ന കാര്യം. താങ്ക് യു.